ഷൈന എന്തായി? അവളെ ആരതിൽ റൂമിൽ ചെന്ന് ഫിദേ സിദ്ധാർത്ഥമായിട്ട് വഴക്കായിരുന്നു. ഒരു വിധത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് റൂമിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. എന്തായാലും സത്യം പറയാണ്ട് അവൾ സിദ്ധാർത്ഥനെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം എന്തായാലും അറിയേണ്ടതല്ലേ? അതെ, എനിക്കൊന്നും അറിയില്ല. ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ഇത്രയും കാലത്ത് ഫ്രണ്ട്ഷിപ്പ് പോകുന്ന എനിക്ക് പേടി. സാറേ സാറേ 8:30 കഴിഞ്ഞു. നിങ്ങൾ ആരും ഫുഡ് കഴിക്കുന്നില്ലേ? വേണേ അകത്തറിയിച്ചാ. ചേട്ടാ, ഞാൻ ഒന്ന് ചോദിച്ചിട്ട് പറയാം. ആ ശരി. എംഡിയുടെ ഫ്രണ്ടാ കല്ലൂടി എവിടെ? പുള്ളിക്കാരൻ നേരത്തെ കിടന്നു. ഓ, അത്രേ ആശ്വാസം. സിദ്ധാർത്ഥ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. നമുക്ക് അങ്ങോട്ട് പോയാലോ? വേണ്ട വേണ്ട, അവൻ ഇങ്ങോട്ട് വരട്ടെ. വെറുതെ അവിടെ കിടന്ന് വഴക്ക് വേണ്ട. ആ ആരതിക്കുള്ളതാ, ചുമ്മാ നാറും. സാധനം വല്ല ഇരിപ്പുണ്ടോ? ഒരു 4 അടിച്ച് ഇവിടെ ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. ആ, അത് കൊള്ളാം. അതൊക്കെ അങ്ങോട്ട് വരാം. പക്ഷെ അതെ ഇവൻ എടാ നീ തന്നെ ഇനി ഇതും കൂടെ വലിച്ചു കയറിയിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കരുത്. അതൊന്നും പറയാൻ പറ്റില്ല. ആ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. നീ കൊണ്ടുപോവാ. ഓക്കെ. താനിതുവരെ അത് വിട്ടില്ലേ? എന്തിനാണോ ഇങ്ങനെ പ്രശ്നം എടുക്കുന്നത്? എനിക്ക് തന്നെ സംശയമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദേ, അനാവശ്യം പറയരുത്. കുപ്പി കൊണ്ടുവരാന്ന് പറഞ്ഞു പോയനെ കാണുന്നില്ലല്ലോ. നിങ്ങളടിച്ചേക്ക്. ഞാനേ എൻ്റെ മൂഡ് പോയി. ഞാൻ റൂമിലേക്ക് പോട്ടെ. അവന് വരുന്നേ. ആ, അവൻ വരട്ടെ. ഡാ അവര് ഫുഡിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? ഇല്ല സാർ, ഒന്നും പറഞ്ഞില്ല. ഇത് വല്ല മെനക്കേടാലോ. ഞാൻ പോയി ചോദിച്ചു. ആ വ്യൂ പോയിന്റിലെ പാറയിൽ ഒരാൾ വീണ് കിടപ്പുണ്ട്. ഓ സാറേ, എവിടെ? സാറേ. അയ്യോ കർത്താവേ, ഇത് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള കൊച്ചല്ലേ? അതെ സാറേ. വിജയ് വന്നു. അരമണിക്കൂറേ സാർ. ഇലക്ഷൻ സമയത്ത് ഓരോ മാരണങ്ങൾ. ഈ സ്ത്രീയുടെ പാരന്റ്സിനെ വിവരം അറിയിച്ചായിരുന്നോ? ഇല്ല സാർ, പ്രായമുള്ള അപ്പനും അമ്മയാ. അതുകൊണ്ട് രാത്രി വിളിച്ചറിയിച്ചില്ല. ഞങ്ങള് നാളെ രാവിലെ തന്നെ വിളിച്ചേക്കാം. ആ ഓക്കെ ഓക്കെ. നിങ്ങൾ റിസോർട്ട് അങ്ങോട്ട് ചെല്ല്. ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഇവരെയും വിളിച്ചോണ്ടങ്ങനെ ചെല്ല്. നടക്കാം. വാ. വിജയ് സാർ. ബോഡി ആദ്യം കണ്ടവനില്ലേ സാർ, അവനെങ്കിൽ വിളി. രാത്രി എന്തിനാ നീ ഇവിടെ വന്നത്? സാർ, ഒരു സിഗരറ്റ് വലിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയാണ് സാർ. നീ വെള്ളം അടിച്ചിട്ടുണ്ടോടാ? സാറേ, കുറച്ച് കഴിച്ചു. വേറെ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നോ പോകുന്നോ കണ്ടായിരുന്നോ നീ? ഇല്ല സാറേ, വേറെ ആരെയും ഞാൻ കണ്ടില്ല. ഇന്നിവിടെ ഈ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ? അതെ സാർ, ഇവര് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഡ്രൈവർ പറഞ്ഞ മറ്റേ ഓക്കെ.
എന്നാലും നിങ്ങൾ കാണാതെ ആ കുട്ടി മാത്രം ഡോ. ഓ ഇവിടെ വേറെ ഏതോ ഗസ്റ്റ് ഉണ്ടെന്ന് ബസ്സിന്റെ ഡ്രൈവർ പറഞ്ഞല്ലോ. അയാളെവിടെ? അയാള് റൂമിൽ കാണും സാർ. ആരാത്? അത് അതൊരു ന്യൂസൻസ് പാർട്ടിയാ. ഞങ്ങൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പം മദ്യം വേണമെന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയ ആളാ. സാറേ വൈകുന്നേരം മുതൽ അയാൾ നല്ല ഫിറ്റാ. ലേഡീസിനോടൊക്കെ ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിയത്. വിജയനോട് നിൽക്ക്. സർ താൻ വാ. ഓ സാറേ സാറേ ഒന്ന് കഥ പറഞ്ഞേ, ഒരു പ്രശ്നമുണ്ട് സാറേ. നല്ല ഫിറ്റായിട്ട് കയറി പോകുന്ന കണ്ടായിരുന്നു. എണീക്കാൻ കുറച്ച് പാടായിരിക്കും സാറേ. ഡോ, വാതിൽ ഓർക്കടോ. സാറേ ഞാനാ ഡേവിസ് മാനേര്. സാറേ പോലീസ്. സോറി സാർ, സാറാണെന്ന് അറിഞ്ഞില്ല. സാറിന് എന്നെ മനസ്സിലായില്ലേ? സാറ് തൃക്കാക്കര AC ആയിരുന്നപ്പോൾ ഞാൻ ഇൻഫോപ്പ കേസ് ആയിരുന്നു. വിപിൻ, 2 കേസിൽ സാറിനെ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിപിൻ, എന്താ വിപിൻ? ആ, താങ്കോട്ട് പോ. ഓ വാ വാ. പോലീസാ? കർത്താവേ കാത്തോളേ. ഡിന്നറിനിടയിൽ മഴ പെയ്തപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നാണ് അവർ പറയുന്നത്. മഴ കഴിഞ്ഞപ്പോഴാണ് സംഭവം. ഇരട്ടത്ത് പോയി അവിടെ വീണതായിരിക്കും. അല്ല, ഏതോ മീഡിയക്കാരനെ തല്ലി സാറെന്തോ സസ്പെൻഷനിലാന്ന് പറഞ്ഞു കേട്ടു. എന്തു പറ്റിയാ സാറേ? പറ്റിപ്പോയി മോനെ, അവൻ ഭയങ്കര വെള്ളമായിരുന്നു. അല്ല ഞാൻ രണ്ടെണ്ണം എന്നിട്ടും സാറത് നിർത്തിയില്ല. നിർത്തണം മോനെ. 2 ദിവസം കഴിഞ്ഞിട്ട് ക്രൈം ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യാൻ പോവാ. എന്നാ സാറേ ഞാനും കൂടി ചെല്ലട്ടെ? ബോഡി ഹോസ്പിറ്റലിലേക്ക് വിടണം. എനിക്ക് പോകും വേണം. നാളെ ഇവിടെ ബൈ ഇലക്ഷനാണ്. എൻ്റെ സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും പ്രശ്നമുള്ള ബൂത്ത്. നീ ഇങ്ങോട്ടേ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരാം. കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ സാർ, ശരി എന്നാൽ. സിധു, മാത്യു, മാത്യു, മാറിക്കേ. ഒന്ന് മാറിക്കണേ. ആ ബിജു സാർ, ഇവിടെ ഒരു ഗസ്റ്റ് കൂടെ ഉണ്ട്. നമ്മുടെ DYSP ചന്ദ്രശേഖരൻ സാർ. ചന്ദ്രശേഖരൻ സാറോ? അദ്ദേഹം എന്താ ഇവിടെ? പുള്ളി എന്തോ സസ്പെൻഷനിലും മറ്റോ അല്ലേ? സസ്പെൻഷനെ കഴിഞ്ഞ് ക്രൈം ബ്രാഞ്ച് കയറുന്നതിന് മുമ്പ് ആഘോഷിക്കാൻ വന്ന ഏത് മറ്റേ ആളോ? നല്ല ഗീറ. അത് പെണ്ണ് കേട്ടാത്തന്റെ കുഴപ്പം സാറേ. പിന്നെ സാറേ, ഞാൻ ബോഡി പരിശോധിച്ചിരുന്നു. തലയുടെ പുറകിലാണ് കാര്യമായ പരിക്ക്. പുറകിലോട്ട് മലർന്നടിച്ച് വീണതാണെന്ന് തോന്നുന്നു. പക്ഷെ സ്ട്രഗിൾ ഒന്നും നടന്ന ലക്ഷണം കാണുന്നില്ല. പിന്നെ പുള്ളിക്കാരത്തിയുടെ മൊബൈൽ മിസ്സിംഗ് ആണെന്നാണ് ഹസ്ബൻഡ് പറയുന്നത്. ഞാൻ നമ്മുടെ സേതുവിനെ വിട്ട് അന്വേഷിപ്പിക്കുന്നുണ്ട്. ശരി സാർ. സാർ, അയാളുടെ വൈഫാ? അതെ സാർ. സാർ തുറക്ക. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാളെ ഉച്ച കഴിയും ബോഡി കിട്ടാൻ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം.